കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സ്കൂൾ ലൈഫിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഡിഗ്രിയൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി വെറുതെ വീട്ടിലിരിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലം ഓർമ്മയില്ലേ? ക്ലാസ്സിൽ നന്നായി പഠിച്ചിരുന്ന, ആക്റ്റീവായിട്ടുണ്ടായിരുന്ന, എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് വാങ്ങിയിരുന്ന, ടീച്ചേഴ്സിൻ്റെ ഒക്കെ പെറ്റായിട്ടുണ്ടായിരുന്ന, അതുപോലെ നമ്മൾ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ ഗണിതശാസ്ത്രമേളയ്ക്കും കലോത്സവത്തിനും ഒക്കെ സമ്മാനം വാങ്ങാൻ പോയ കുറച്ച് കുട്ടികളില്ലേ, അവരെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. 10ലും +2ലും ഒക്കെ ഫുൾ A+ വാങ്ങിയിട്ടുള്ള കുട്ടികളെ പിന്നീട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ എൻ്റെ ചുറ്റിനും നോക്കുന്ന സമയത്ത് അന്നൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്ന പല പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് വളരെ ഒരു ഓർഡിനറി ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു പൊസിഷനിലൊന്നുമല്ല ആരും എത്തി നിൽക്കുന്നത്. ഏതോ ഒരു പോയിന്റിൽ അവർ സ്റ്റക്കായി പോയിട്ടുണ്ട്. അന്ന് ടീനേജിലുണ്ടായിരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അംശം പോലും ഇപ്പോൾ അവരിലില്ല. അന്ന് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന പല സബ്ജക്റ്റിലും അവർ മാർക്ക് വാങ്ങി പാസ്സായിട്ടില്ലേ, ആ കുട്ടികളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ലൈഫിൽ ഏതോ ഒരു പോയിന്റിൽ അവർ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലും അതേപോലെ കരിയറിലുമൊന്നും അവർ ആക്റ്റീവ് ആവാതെ ഇത്രയ്ക്ക് ഇന്നാക്റ്റീവായി പോയിട്ടുണ്ടാവുക? ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസിൻ്റെ ആയിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ റീസൺ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ അന്നത്തെ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഐ തിങ്ക് നിങ്ങളൊരു ബെറ്റർ ലൈഫ് ഡിസർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുന്നിൽ 30കളുണ്ട്, 40കളുണ്ട്, എന്തിന് 50കൾ പോലും ഉണ്ട്.